ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിഷുവൊക്കെ ഇങ്ങ് വന്നല്ലോ, എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞാനിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് ശരിക്കും വറ്റിച്ചെടുക്കണേ, നല്ല പോലെ വറ്റിക്കണം. അപ്പം ഇളക്കി കൊടുക്കണം, ഇളക്കി കൊടുത്തില്ലെങ്കിൽ പാട് കിട്ടുമേ. അപ്പം തിളക്കണ വരെയും കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പാലൊക്കെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 250 ഗ്രാം ഉണക്കലരിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞുറുക്കലരിയാണ്. അത് നമ്മൾ കടയിൽ വാങ്ങുമ്പോൾ ചോദിച്ച് വാങ്ങണം, അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള അരിയല്ലേ കിട്ടണേ. ഈ പായസമൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ അരി വാങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീ കിടന്ന്, പാല് തിളച്ചതാലോ, അപ്പോൾ ചെറിയ തീ കിടന്ന് വേവണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ഈ പാട കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഈ ഒരു പായസം. ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുകയും വേണ്ട. ഒരല്പം നെയ്യ് മാത്രം ചേർത്താൽ മതിയേ, വളരെ കുറച്ച്. നല്ല പോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോ ഇല്ലെന്നൊന്ന് നോക്കാം. ഒന്നും കൂടെ ഒന്ന് വെന്താൽ മതിയേ. അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷമേ പഞ്ചസാര ഇടാവുള്ളൂ. ഇതിപ്പോൾ ഒരു 400 ഗ്രാം പഞ്ചസാരയോളം ഉണ്ട്. ഒരു 1/2 കിലോ പഞ്ചസാര അടുത്ത് ഇടാം. മധുരം കുറച്ച് വേണ്ടവർക്ക് 400 ഗ്രാം ഇട്ടാൽ മതി. കൂടുതൽ മധുരം വേണ്ടവർക്ക് 500 ഗ്രാം ഇടാം, 1/2 കിലോ. അപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഏലക്കായോ ജീരകമോ ഒന്നും ചേർക്കുന്നില്ല. ഈ 1 സ്പൂൺ നെയ്യ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയേ. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ ഇത്തിരി ലൂസായിട്ടാണ് എടുക്കണേ. എന്താണെന്ന് വെച്ചാൽ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ ഇത്തിരി ലൂസായിട്ട് എടുത്താൽ മതിയേ. ഒരു ചെറിയ റോസ് നിറമൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. അപ്പം നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിഷുവൊക്കെ എവിടം വരെയായി, എന്തൊക്കെ പായസം വെക്കണേ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിപ്പോൾ ഇവിടെ ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഒരു പാൽപ്പായസോടെ ഉണ്ടാക്കും. അപ്പോൾ ഇത് നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. അപ്പോൾ ഒരു നേരിയ റോസ് നിറമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.